നമ്മുടെ ആദരണീയനും പ്രിയങ്കരനുമായ നമ്മുടെ സ്വന്തം MLA ശ്രീ K. ബാലഗോപാൽ സാറിന്റെ ഔഷധീയമായ ഇടപെടൽ ഗുണം നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. അതിലേറ്റവും നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പോയ കാലങ്ങളിൽ ഇത് ലോണായിട്ട് എടുത്ത് ഈ ചന്തയുടെ നവീകരണം പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവിടെ നമ്മൾ ബാധ്യതക്കാരാവുകയാണ്. പക്ഷേ ഈ ഒരു കിഫ്ബി ഫണ്ട് നമുക്ക് നേടിത്തന്നതിലൂടെ നമ്മൾ ഒരു കടക്കണിയിൽ നിന്ന് മാറുകയാണ്. ഇത് നമുക്ക് തിരിച്ചടക്കേണ്ടാത്ത തുകയാണ്. തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രവർത്തനമാണ്. അത് നമ്മൾ ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു നല്ലൊരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 100ഓളം കുടുംബങ്ങളാണ് ഈ മാർക്കറ്റ് കൊണ്ട് ജീവിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ജീവിത നിലവാരവും കച്ചവട നിലവാരവും എല്ലാം നല്ല രീതിയിലാകാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമാണിത്. അതിന് നമ്മളെല്ലാവരും എന്തെങ്കിലും പ്രശ്നങ്ങളോ പരിമിതികളോ പരാതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ഈ ഇതിന്റെ നിർമ്മാണ പുരോഗതിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ശ്രീ K. ബാലഗോപാൽ MLA ആയതിനു ശേഷം കൊട്ടാരക്കരയെ സംബന്ധിച്ച് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ പെരുമഴക്കാലമാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊട്ടാരക്കര നഗരസഭയെ സംബന്ധിച്ച്, കൊട്ടാരക്കര നഗരസഭാ നിവാസികളെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തോട് പറയുവാൻ കഴിയും. ഏറ്റവും പ്രധാനമാണ് ഈ കൊട്ടാരക്കര മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ളത്. നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാരമ്പര്യമുള്ള പഴയ മാർക്കറ്റുകൾ ഒന്നാണ് കൊട്ടാരക്കര മാർക്കറ്റ്. ഈ താലൂക്കിന്റെയും മറ്റു താലൂക്കിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാരും ഉപഭോക്താക്കളുമെല്ലാം നമ്മുടെ ഈ മാർക്കറ്റിനെ ആശ്രയിച്ച് പോന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും വ്യാപാരത്തിന്റെ വ്യാപനവും വാണിജ്യ സ്ഥാപനങ്ങളുടെ വ്യാപനവുമെല്ലാം നമ്മുടെ മാർക്കറ്റിന്റെയും പ്രാധാന്യം കുറച്ചു എന്ന് മാത്രമല്ല, വർഷങ്ങളായി നിൽക്കുന്ന ഈ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ കൊട്ടാരക്കരയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായി പറയുകയാണ്. ഈ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യം നിരവധി പരിശ്രമങ്ങൾ മുൻപ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളും അതുപോലെ നഗരസഭാ സമിതികളുമൊക്കെ അതിന് തീരുമാനമെടുത്ത് നടപടികൾ നീക്കിയിരുന്നു. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട MLA ആയിരുന്നുണ്ടെങ്കിൽ ഐഷ പറ്റി മുൻകൈയെടുത്ത് മാർക്കറ്റ് പണിയുന്നതിനാവശ്യമായ പുതിയ മാർക്കറ്റ് പണിയുന്നതിനാവശ്യമായ നടപടി നീക്കിയിരുന്നു. അത് സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്ലാനും എടുത്തിരുന്നു. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ഓണക്കാലത്തിന് മുമ്പ് പണി ആരംഭിക്കണമെന്ന് ആലോചിച്ചിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അല്ലറ ചില്ലറ തടസ്സങ്ങൾ, വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. അന്ന് പണി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞ നിരവധിയായ തടസ്സവാദം ഉന്നയിക്കപ്പെട്ടു. അത് ദുരുദ്ദേശമാകാം, സൗദ്ദേശമാകാം. എന്നാൽ ഇപ്പോ കിഫ്ബിയുടെ ധനസഹായത്തോട് തുടങ്ങുന്ന മാർക്കറ്റിന്റെ പണി ആരംഭിച്ച കഴിയും. ഇതിനോടനുബന്ധിച്ച് അനുവദിച്ച പുത്തൂരിന്റെയും നെടുമങ്ങാവിന്റെയും പണി ആരംഭിച്ച് പൂർത്തിയാക്കാറായി. എന്തു വന്നാലും കൊട്ടാരക്കര മാർക്കറ്റിന്റെ പണി ആരംഭിക്കണമെന്ന തീരുമാനം രാഷ്ട്രീയമായും നഗരസഭാ കൗൺസിലും എടുത്തിരുന്നു. ആരൊക്കെ എന്തെല്ലാം തടസ്സവാദം ഉന്നയിച്ചാലും ആ തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതില്ല എന്ന് നഗരസഭാ കൗൺസിൽ ഐക്യമായിട്ട് തീരുമാനിച്ചു. എല്ലാ കക്ഷിക്കാരും ഒന്നും തീരുമാനിച്ചാണ്. ചന്തമൊക്കെ മാർക്കറ്റ് ഈ ചന്തയ്ക്ക് സമീപം തന്നെ വേണമെന്ന് വ്യാപാരികളും മറ്റൊരാളും ആവശ്യപ്പെട്ടു. അത് നഗരസഭ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ആ സ്ഥലം വാടകയ്ക്കെടുത്ത് അവിടെ വാടകയ്ക്ക് ഷെഡ് നിർമ്മിച്ച് അതിന്റെ മാർക്കറ്റ് മാറ്റുന്നതിനാവശ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോ
വീണ്ടും ആ ടെമ്പററി താൽക്കാലികമായി നിർമ്മിച്ച മാർക്കറ്റിന്റെ അപര്യാപ്തത സംബന്ധിച്ച് പോരായ്മ സംബന്ധിച്ച് വാദം ഉയർന്നു. അത് പരിഹരിച്ചു. അത് കുറച്ചു കാലം നീണ്ടുപോയി. എല്ലാവരും ഏക മനസ്സോടുകൂടി, മുഴുവൻ വ്യാപാരികളും തൊഴിലാളികളും ഏക മനസ്സോടുകൂടി താൽക്കാലിക മാർക്കറ്റിലേക്ക് മാറുന്നതിന് ഉള്ള തീരുമാനമെടുക്കുകയും 30-ാം തീയതി മാറാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റിന്റെ പണി ആരംഭിക്കുകയാണ്. നിലവിലുള്ള ഈ മാർക്കറ്റ് പരിപൂർണമായി ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ട് റിക്രൂട്ട്മെന്റ് ഏജൻസിയായുള്ള തീരദേശ വികസന കോർപ്പറേഷൻ കൈമാറി കഴിയുന്ന 6 മാസക്കാലത്തിനിടയ്ക്ക് തന്നെ അതിനകം തന്നെ ഈ പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അക്കാര്യത്തിൽ നിർവഹണ ഏജൻസി തീരദേശ വികസന കോർപ്പറേഷൻ അതിന്റെ MD അടക്കമുള്ള പ്രമുഖ ഉദ്യോഗസ്ഥരുണ്ട്. ഈ കൊട്ടാരക്കര മാർക്കറ്റിന്റെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് 6 മാസക്കാലത്തിനകം തന്നെ ഈ പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയേണ്ടതുണ്ട്. പുതിയ മാർക്കറ്റിലുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അതിനെ അവിടെ സൂചിപ്പിക്കും. നിരവധിയായ സൗകര്യങ്ങളുണ്ട്. ആധുനിക മാർക്കറ്റ്, ഹൈടെക് മാർക്കറ്റ് എന്ന നിലയിൽ ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചുനാൾ മുമ്പ് ആരംഭിക്കാൻ കഴിയേണ്ടതായിരുന്നു, പണവും അനുവദിച്ചതാണ്. ഞാനിപ്പോൾ പിന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു വർക്ക് ടെൻഡർ ചെയ്ത് പണി തുടങ്ങിയിട്ട് ഫണ്ട് ലാപ്സ് ആയാൽ പിന്നെ നിങ്ങൾക്ക് ഫണ്ട് കിട്ടില്ല. ആ ഫണ്ട് പോകും. 5 കോടിയിലധികം രൂപയാണ്. നമ്മുടെ മാർക്കറ്റ് ഇവിടെ ആരംഭിക്കുക എന്ന് പറയുന്നതിന്റെ ആവശ്യകത ഞാൻ വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയാം. ഈ സ്ഥലത്ത് റിപ്പോർട്ട് വെക്കുമ്പോൾ പറയും 44 സ്റ്റാളുകൾ, അത് മത്സ്യ സ്റ്റാളുകൾ, പിന്നെ ഇറച്ചി, അതുപോലെ തന്നെ അങ്ങനെ 15 സ്റ്റാളുകൾ വേറെ. എന്നാലും 15,000 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ വരുന്ന ഈ മാർക്കറ്റ് സൗകര്യം. വണ്ടി പാർക്കിങ്ങിന് ഉൾപ്പെടെയുള്ള കുറച്ച് സ്ഥലം ഉണ്ടാവും, സൗകര്യം ഉണ്ടാവും. ആളുകൾക്ക് നന്നായി വന്ന് സാധനം മേടിച്ചു പോകാൻ പറ്റുന്ന മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആളുകൾ സാധനം മേടിച്ച് പോകാന്ന് മാത്രമല്ല, മാർക്കറ്റ് ദുർഗന്ധവും മലിനസവും ആവാത്ത തരത്തിലുള്ള സൗകര്യങ്ങൾ വേണം. ഇപ്പോഴത്തെ എല്ലാ മാർക്കറ്റിനും ആ കാര്യം ചെയ്യുന്നുണ്ട്. വെള്ളം ഒഴുകി പോകാൻ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ എഴുതാത്തുണ്ട്. അതെല്ലാം അടങ്ങുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ വരുന്നത്. 5 കോടി എന്ന് പറഞ്ഞാൽ സാധാരണ തുകയല്ല. നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു വർഷം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് 10-25 ലക്ഷം രൂപ വെച്ച് അടയ്ക്കേണ്ട ഒരു ബാധ്യത ഉള്ളതായിരുന്നു. ഇപ്പോൾ മാർക്കറ്റുകൾക്ക് അത് ഒഴിവാക്കിയിട്ടുണ്ട്, അതും ഉണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് എന്നത്തേക്കും ഒരു വലിയ സ്വത്താണ് കൊട്ടാരക്കരയെ സംബന്ധിച്ച്. ഈ ഒരു മാർക്കറ്റിന് മുമ്പ് തന്നെ അനുവദിച്ച പുത്തൂരിലെ മാർക്കറ്റ് ഇപ്പൊ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഉടൻ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുക. അതിനുശേഷമാണ് ഇവിടുത്തെ ടെൻഡറും സൗകര്യങ്ങളും സംവിധാനങ്ങൾ വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് നബാർഡിന്റെ ഒരു പദ്ധതിയിലുള്ള ഒരു മാർക്കറ്റ് ഇതേ ഏജൻസി തന്നെ നേതൃത്വം കൊടുത്തിട്ട് കരിപ്ര നടക്കുന്നു. ഈ മാർക്കറ്റ് ഇവിടെ വരുന്നതോടൊപ്പം തന്നെ മറ്റ് സൗകര്യങ്ങളും വരികയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു മുനിസിപ്പൽ ഓഫീസ്. സാധാരണ രീതിയിൽ മുനിസിപ്പൽ ഓഫീസ് വേണമെങ്കിൽ മുനിസിപ്പാലിറ്റി തന്നെ അവന്റെ ഫണ്ടിൽ നിന്നാണ് വേണ്ടത്. ഇത് പിണറായി സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് കിഫ്ബിയുടെ ഫണ്ട് അനുവദിച്ച് ഉള്ള മുനിസിപ്പൽ ഓഫീസ്. ഫണ്ടുകൾ പലതും അനുവാദമാണെങ്കിലും ഓരോ ഘട്ടമായി ചെയ്തു തുടങ്ങുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. കൊട്ടാരക്കരയിൽ ആദ്യഘട്ടം തന്നെ വേണം എന്നുള്ള ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് ഇന്നലെ ഇമ്പാക്ടിന്റെ ഇന്നിവിടെ വന്നിട്ട് ഇന്നലെ എന്റെ അടുത്ത് ആ പ്ലാനുകളെല്ലാം വിശദമായി കാണിച്ചിരുന്നു. ഒരു വർഷമായി ഈ പഞ്ചാബി ഹൗസ് സിനിമയിൽ ഒരു പന്തലിട്ട ഒരു പന്തലുകാരന്റെ കാര്യം പറഞ്ഞ പോലെ പന്തലിട്ട ആളുകൾ പന്തലുമായിട്ട് നിൽക്കുക, അവിടെ ആള് ചെല്ലുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പന്തല് പൊളിക്കാനും പറ്റുന്നില്ല, വാടകയും കിട്ടുന്നില്ല എന്നുള്ളതാണ് പന്തലിട്ട ആളുകളുടെ പ്രശ്നം. എന്തായാലും ആ പന്തലിട്ടിട്ട് അങ്ങോട്ട് അവിടേക്ക് മാറിയ മാർക്കറ്റ് തുടങ്ങിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഏതായാലും ഇപ്പോ അതിനുള്ള കാര്യങ്ങൾ ഉടനെ തുടങ്ങും. വളരെ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് തീരദേശ വികസന കോർപ്പറേഷൻ. അവർ വേഗത്തിൽ ആ കാര്യം ചെയ്യട്ടെ. നമുക്കിവിടെ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഇവിടെ നല്ലൊരു മാർക്കറ്റ് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കും.